യെസ്. നോക്കൂ, ഇത്രയും മനോഹരമായി ഞാൻ കുളിച്ചടങ്ങാൻ കാണാം. അപ്പത്തേ ഞാൻ എന്താണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കാണാം എന്തോ ഒരു സുന്ദരിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇപ്പം മൊറോക്കൻ ബാത്ത് എടുത്തിട്ട് ഞാൻ വന്നതാണ്. ആദ്യമായിട്ട് ഞാൻ ഈ സംഭവം ചെയ്യുന്നത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ ഏതാണ്ട് ഈ എണ്ണത്തോണി ഇതൊക്കെ കിടന്നിട്ട് വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ആ ചെയ്ത കൊച്ചി നേപ്പാളി എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നറിയാമോ? മലത്തിക്കിടത്തിയും തിരിച്ചു കിടത്തിയും കമത്തിക്കിടത്തിയൊക്കെ ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ ഞാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച പക്ഷെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഓരോ പാക്ക് ഇട്ടിട്ടിട്ടിട്ടിട്ട് എനിക്ക് തന്നെ പറയേണ്ടത് ഇപ്പം ഒന്ന് കിടന്നാൽ മതി, ഞാൻ അപ്പം ഉറങ്ങും. അതുപോലെ ഭയങ്കര ഫ്രഷായിട്ടിരിക്കുകയാണ്. എൻ്റെ ദേഹത്തു നിന്നൊക്കെ ഇങ്ങനെ ഡെഡ് സ്കിൻ ഇളകി വരുമായിരുന്നു. എനിക്ക് നാണക്കടായി. അല്ല, അങ്ങനെ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ വരുമെന്ന് തോന്നുന്നു. സ്റ്റീം ഒരു 10-15-20 മിനിറ്റോളം അങ്ങാണ്ട് സ്റ്റീം തന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മറ്റേ സുനാപ്രീച്ച് തേച്ചപ്പോഴാണ് ഇങ്ങനെ ഇളകി വന്നു സ്കിന്നൊക്കെ. വെളുത്തല്ലേ, നല്ല ഹാപ്പി ആയില്ലേ? ഭയങ്കര ഹാപ്പി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ അറിയുന്നതല്ല, സീരിയസ് ആയിട്ട് പറയുന്ന. ഒരു പ്രാവശ്യം ഒന്ന് എടുത്തു നോക്ക്. താങ്ക് യു. ഇങ്ങനെ ഒരു ആചാരം ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ മൊറോക്കൻ ബാത്ത് കഴിയുമ്പോൾ എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്ന ഒരു സംഭവമാണ് മൊറോക്കൻ ടീ ആണിത്. കുടിച്ചു നോക്കി. ഇത് മൊറോക്കൻ ടീ ആണ്. ഒരു മൊറോക്കൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. എല്ലാ മൊറോക്കൻ ബാത്ത് കഴിയുമ്പോഴും നമുക്കിത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ടീ കുടിക്കാൻ തോന്നൂല. ഞാൻ സത്യം ഇവിടെ വെള്ളം വന്ന് ചോദിക്കാനായിരുന്നത്. എനിക്കൊരു ഇച്ചിരി വെള്ളം തരാം. ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ്. താങ്ക് യു. സൂപ്പർ. ഞാൻ ഗ്രീൻ ടീ ആണെന്ന് വിചാരിച്ചു. ഗ്രീൻ ടീ അല്ല, ഇത് മൊറോക്കൻ ടീ ആണ്.